എല്ലാവർക്കും സ്വാഗതം. ആയിക്കോട്ടെ. ഇപ്പോൾ ഇന്നെ പറയാനയക്കല്ലേ, ഇപ്പോൾ ഓക്കെന്നെ പറയണം അല്ലേ? ഇപ്പോൾ ഉറങ്ങി നീച്ചിട്ടുള്ളൂ. ഭദ്രകാളിയായി നിൽക്കണേ. ഭദ്രകാളി അല്ലേ ജി? നീച്ച 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 ചായ കുടിച്ചാൻ പോര്. ഞാൻ ചായ കുടിച്ചാൻ പോകാം കേട്ടോ. തലമണ്ട കുത്തും. നമ്മൾ പോര് ചായ കുടിച്ച. ഇന്ന് ചക്കരപ്പുട്ടാണേ. തേങ്ങാപ്പുട്ട. ഒരു കസാര ഇതിൻ്റെ ഉള്ളിലല്ലേ? ചിരട്ടപ്പുട്ടക്ക് പഴമുണ്ട്. ഇന്നലെ പറഞ്ഞ പഴം കേടോ നല്ലേ. കേടോ എനിക്ക് തരുന്നില്ല. എനിക്ക് ഡബിളാ. ഓ ഡബിളായിപ്പോ. ആരാ വാലക്കൂര്? പോവാ പോണ വണ്ടി സ്റ്റാർട്ടാക്കുമ്പോ നമ്മള് എങ്ങനെ കാട്ടല്? അങ്ങനെ കാട്ടൂലേ? പ്രാർത്ഥിച്ചില്ലേ? ഓ പ്രാർത്ഥിച്ചില്ല പോലോ. പോണ ടാറ്റ. കൊല്ലിപ്പാണേ മാറിയില്ലേ? മാറി. അങ്ങനെ അടിക്കോണ്ടോ? അപ്പോ അങ്ങാടി ഒരു 4ാമത്തെ വണ്ടിയാണ് വന്നിട്ട്. ഇപ്പോൾ ഒരു 1 മണിക്കൂറാകാനായി. 4ാമത്തെ വണ്ടി. അങ്ങാടി മൊത്തത്തിൽ ഷോക്കാണ്. ഇതൊക്കെ കഴിഞ്ഞിട്ട് എടുത്തു കേട്ടോ. എല്ലാവരും കഴിഞ്ഞിട്ട് എടുത്തു. ഫസ്റ്റ് ഗ്യാപ്പിക്ക് തള്ളിക്കൊണ്ട് കേട്ടാ. നമ്മൾ ഇന്ന് വന്ന് ഒരു 9:30ക്കാണ് നമ്മൾ ഫസ്റ്റ് ഗ്യാപ്പിക്ക് എത്തണം. 9:30. ഇന്ന് ഇന്നലത്തെ മാതിരി ഒരു പോരാടോ അങ്ങനെ ഇതിലൊക്കെ കിട്ടിയാൽ കഴിച്ചിട്ടായി. ഇല്ലെന്നാണെങ്കിൽ കിട്ടണ പോവാ. അല്ലാതെ എന്താ, അങ്ങാടിയിൽ ഇവിടെ ഒന്നും ആരുമില്ലേ. ഫസ്റ്റ് ഗ്യാപ്പിൽ 5 മിനിറ്റ് ഇരുന്നപ്പോൾ തന്നെ നമുക്ക് ട്രിപ്പ് കിട്ടി. ഒരു 50 രൂപയുടെ ട്രിപ്പായിരുന്നു. ആ ഒരു ട്രിപ്പ് കൊണ്ടുവിട്ട് വീണ്ടും സ്റ്റാൻഡിലേക്ക് പോവുകയാണ്. ഇന്നിപ്പോൾ എന്തായാലും കാര്യമായ രീതിയിൽ ഓട്ടമില്ലാന്ന് രാവിലെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമാണ്. എന്നാലും ഇന്നലെ ഓടിയെന്ന് കരുതി ഇന്ന് ഓടും എന്ന് പ്രതീക്ഷിക്കാൻ വേണ്ടി പറ്റില്ല. ഇന്ന് നാളെ മറ്റൊന്നും ചിലപ്പോൾ ഇനി ഓടിയെന്ന് വരില്ല. കാരണം ഒരു ദിവസം ഉണ്ടായാൽ പിന്നെ 4 ദിവസം ഉണ്ടാവില്ല. അങ്ങനെയാണ് ഇവിടെ സംഭവിക്കാറ്. എന്തായാലും നോക്കുക. ചെങ്ങന്മാരെ സമയം കണ്ടങ്ങൾ 3 മണി നേരത്ത് ഞാനവിടെ വീട്ടിൽ നിന്ന് പോയിട്ടില്ല ചോറിനും. അല്ലെങ്കിൽ ഇപ്പോൾ ഞങ്ങൾക്ക് കാണിച്ചു തരില്ല വീട്ടിലേക്ക് പോകുന്നത് ചോറിനതും പിന്നെ എന്താ കറി എന്നൊക്കെ കാണിക്കില്ലേ. ഞാനിപ്പോൾ ഇരിക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് പട്ടിക്കാട്ടിൽ നിന്ന് കുറച്ച് ഉള്ളിലേക്ക് പോന്നിട്ടുള്ളൊരു സ്ഥലമാണ്. അതായത് വണ്ടൂരിൽ നിന്ന് ഏതാണ്ട് 27 കിലോമീറ്റർ പോന്നിട്ടുള്ള ഒരു സ്ഥലത്താണ് ഇപ്പോൾ ഞാൻ ഇരിക്കുന്നത്. ഞാൻ മാത്രമല്ല, നമ്മുടെ വണ്ടി ഞാനും ഉണ്ടെങ്കിൽ അതെന്തായാലും ട്രിപ്പായിരിക്കും അല്ലേ? അങ്ങനെ ട്രിപ്പ് പോകുന്നത് ഈ ഒരു വീട്ടിലേക്കാണ് നമ്മൾ ട്രിപ്പ് പോകുന്നത്. അവിടെ ബാക്കിൽ കാണുന്ന അവർ യാത്രക്കാർ ഒരേ കുടുംബമോ ആരോ ആണ് എന്തോ ആണ് എനിക്ക് അറിയില്ല. ഞാൻ ചോദിച്ചില്ല. ഞാൻ അങ്ങോട്ട് പോകുമ്പോഴാണ് ചോദിക്കുക. കാരണം അങ്ങോട്ട് പോകുന്നപ്പോൾ ഞാൻ കാര്യമായിട്ടൊന്നും ചോദിച്ചില്ല. കാരണം അവരെന്നെ നല്ല രീതിയിൽ സംസാരിച്ചാൽ പോയിരുന്നു. പിന്നെ ഭക്ഷണം കഴിച്ചു. ഭക്ഷണം ഇവിടുന്ന് ഈ വീട്ടിൽ നിന്ന് അവർ തന്നു കേട്ടോ. എന്തൊക്കെയായാലും ഭക്ഷണമൊക്കെ കഴിച്ചു. നല്ല ബിരിയാണി ആയിരുന്നു. വീട്ടിലേക്ക് പോകാൻ വേണ്ടി പറ്റിയില്ല. ഇന്നലത്തെ പോലെ തന്നെ ഇന്നും നല്ലൊരു ദിവസമായിരുന്നു. കാരണം ഈ ഒരു ട്രിപ്പ് തന്നെ റിട്ടേൺ കൊണ്ടുവിടുമ്പോൾ ഏതാണ്ട് 10-9 റുപ്യ തന്നെ വാങ്ങാം. കാരണം ഞാൻ ഇവിടെ വന്നത് 2 മണിൻ്റെ മുന്നേ ഇവിടെ എത്തിയാണ്. 1 മണിക്കൂറായിപ്പോൾ ഒരു 1.25 മണിക്കൂർ ഇവിടെ വെയിറ്റിങ്ങിലാണ്. കാരണം ഭക്ഷണത്തിൽ കാര്യങ്ങളൊക്കെ പാടെ കൂട്ടിയിട്ടാണ് 1.25 മണിക്കൂർ. ഇനി എപ്പോഴാണ് പോകാറില്ല. ഒരു ഇറങ്ങിയില്ലല്ലോ. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഇരിക്കുവാണ്. നല്ല റെസ്റ്റിലാണ്. ഇവിടെ ഇങ്ങനെ കാലൊക്കെ കയറ്റി വെച്ചിട്ടേ ഇങ്ങനെ കാലൊക്കെ കയറ്റി വെക്കുക. എന്നിട്ട് ഇങ്ങനെ ഇരിക്കുക. അപ്പോഴാണ് നിങ്ങളോട് ഈ കഥ പറയരുത്. കാരണം ഞാൻ അങ്ങോട്ട് പോകുന്നപ്പോഴും വീഡിയോ ഷൂട്ട് ചെയ്യാൻ വേണ്ടി പറ്റിയില്ല. ഇവരുണ്ടല്ലോ അപ്പം. അതുപോലെ തന്നെ ഞാൻ അങ്ങോട്ട് പോകുമ്പോൾ ഷൂട്ട് ചെയ്യാൻ വേണ്ടി പറ്റില്ല. ഇനി വണ്ടൂർ എത്തിയിട്ട് ഷൂട്ട് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. ഏതായാലും എൻ്റെ വീഡിയോ കാണുന്ന ആളുകളൊക്കെ നിങ്ങൾ എല്ലാ ദിവസവും ഞാൻ പറയാറുണ്ട് ഹോട്ടലിൽ മോശമാണ്. അത് കേൾക്കുമ്പോൾ നിങ്ങൾ പലരും ചിന്തിക്കുന്നുണ്ടാവും
ഓനൊരു ദിവസമെങ്കിലും ഓട്ടമുണ്ട്, അടിപൊളി ദിവസമാണ്, നല്ല ദിവസമായിരുന്നു എന്ന് നിങ്ങൾ അതിലൊക്കെ ചിന്തിച്ചിട്ടുണ്ടാവും. അതിൻ്റെയൊക്കെ ഒരു ഭാഗമായിട്ടാവാൻ ചിലപ്പോൾ 2 ദിവസമായിട്ട് എനിക്ക് ഇത്തരത്തിൽ ഓട്ടം കിട്ടുന്നത്. എന്തായാലും ഇന്നത്തെ ദിവസം അങ്ങനെയായിട്ട് ഓക്കെ ആയിരിക്കും. ഒരു 5 മണിയാകുമ്പോഴേക്കെങ്കിലും വണ്ടൂരെത്താൻ വേണ്ടി പറ്റണം. എന്നാൽ പിന്നെ നമുക്ക് ഒരു 2 മണിക്കൂർ കൊണ്ട് ഓടിക്കഴിഞ്ഞാൽ 5000 റുപ്യേൻ്റെ മേലൊക്കെ നമുക്ക് ഓടാൻ വേണ്ടി കിട്ടും. കാരണം ഞാൻ ഉച്ചവരെ ഓടിയത് ഒരു 190 റുപ്യക്കാണ്. അതായത് ഒരു 12:45 വരെ ഓടിയ പൈസയാണ്. അത് മാത്രമേ ഓടിയിട്ടുണ്ടായിരുന്നുള്ളൂ. ഇന്നത്തെ ദിവസം കൊട്ടയിഞ്ഞു എന്ന് കരുതിയതാണ്. പക്ഷേ എങ്കിൽ ഭാഗ്യം, നമുക്ക് ലക്ക് അത് കിട്ടിയതുകൊണ്ട്, ലൈനിൽ നിന്ന് കിട്ടിയതാണ്, അറിയുന്ന ആൾക്കാരൊന്നുമല്ല. കിട്ടിയതുകൊണ്ട് നമുക്ക് ഇവിടെ നിൽക്കാൻ വേണ്ടി പറ്റി. അതുപോലെ തന്നെ എന്താ പറയുക, ഇത് ഒരു ഓട്ടോറിക്ഷക്കാരനെ സംബന്ധിച്ചിടത്തോളം ഏത് നിമിഷവും മാറാം. ഓട്ടത്തിൻ്റെ ആ ഒരു ഗതി ഏത് നിമിഷവും മാറാം. അങ്ങനെ മാറിയതാണ് ഈ ഒരു നിമിഷം ഇവിടെ ഇരിക്കുന്ന ഇരുത്തം. ഏതായാലും ഇനി വണ്ടൂർ തട്ടട്ടോ, അവിടെ റെസ്റ്റിലാണ്, അവരുള്ളിൽ റെസ്റ്റിലാണ്. അതിൻ്റെ സക്കാരത്തിലാണ് ചോറുണ്ടായിട്ട് വെള്ളം ഒരു വീടിൻ്റെ സിറ്റൗട്ടിൽ കയറി വെക്കും. ഈ ചൂടത്തിൽ നാരങ്ങളെ കുടിക്കുന്നുണ്ടല്ലോ, അതിൻ്റെ സുഖം പോകാനേ. ഇത് പോകാൻ വെള്ളമാണ്, പോകാൻ ചായ കൊടുക്കുന്നത് കല്യാണം കഴിഞ്ഞാൽ അതിന് മതി പോകാൻ വെള്ളം. ഇത് കിട്ടിക്കഴിഞ്ഞാൽ മനസ്സിലാകണം പോകാനായി പോയിക്കോളി എന്നാണ്. ഒന്നും വേണ്ട. അപ്പുറത്തെ വീട്ടിലത്തതാണ്, അപ്പുറത്തെ തൊടിയിട്ട് ഇവിടെ ചക്കയുണ്ട് കേട്ടോ. ചക്ക വേണ്ട, ഞാൻ ഇവിടെ ചാമ്പക്കുണ്ട്. ഇത് പറിക്കാൻ പറ്റുമോ? എനിക്ക് വല്ല അതിർത്തി തർക്കം ഉണ്ടോ എന്ന് വെച്ചറിയില്ല. എന്തായാലും 3-4 കുറച്ച് വണ്ടിയിൽ വെക്കാം, നമുക്ക് അങ്ങാടിയിൽ നിന്ന് തിന്നാം. എന്താ അവസ്ഥ? ഇത് ഞങ്ങളുടെ നാട്ടിൽ ചാമ്പക്ക എന്ന് പറയാം, ചാമ്പക്ക. ഇതിലൊക്കെ ആകെ ചാടി കിടക്കണം. ഇത് ഉണ്ടായിക്കഴിഞ്ഞാൽ നല്ലോണം ഉണ്ടാവും. ചെറിയൊരു മരം, പക്ഷേ എങ്കിൽ എത്രമാനം ഉണ്ടാവില്ല. അയ്യോ, ഞാനങ്ങനെ പറഞ്ഞ സ്ഥിതിക്കില്ല, ഉണ്ടാകാതിരിക്കാതിരുന്നത്. ചക്കയുണ്ട്, നല്ലൊരു പ്ലാവുണ്ട്, അത്യാവശ്യം ചക്കൊക്കെ വെട്ടിയെടുക്കണം. ഏതാണ്ട് ചാക്കിൽ 2 ചക്ക, ഇവിടെ 2 ചക്ക, ഈ ഒരു ചക്ക. ഞാൻ പറഞ്ഞ മതി ആ ചക്ക ലോഡാക്കി ലാസ്റ്റ് അവിടെ ചാമ്പയ്ക്കാൻ പറിക്കട്ട് വരും. എൻ്റെ പറി കഴിഞ്ഞാൽ ആൻ്റെ വീട്ടിൽ വെച്ച് ഒരു പറിക്കുന്നുണ്ട് അവിടെ. ഞാൻ കരുതി അവരിനി വാടകയിൽ എന്തെങ്കിലുമൊക്കെ ഒരു പിശുക്ക് കാണിക്കും, അതായത് മുഴുവനായിട്ട് തരില്ല എന്നൊക്കെ. പക്ഷേ എങ്കിൽ കറക്റ്റ് വാടക ഞാൻ ചോദിച്ചത് കറക്റ്റ് തന്നു. അതിനേക്കാൾ വെയിറ്റിങ്ങിനൊക്കെ ഞാൻ എന്തെങ്കിലും വേണോ വെച്ചാൽ വെയിറ്റിങ് കൂട്ടിയിരുന്നില്ല കേട്ടോ. വെയിറ്റിങ് ഞാൻ കൂട്ടിയിരുന്നില്ല. വേണം ചോദിച്ചാൽ ഞാൻ വേണ്ടെന്ന് പറഞ്ഞു. കാരണം നമുക്ക് കൃത്യമായ വാടക കിട്ടുമ്പോഴത്തേനൊരു രസമാണ്. പിന്നെ ചക്ക വേണോ ചോദിച്ചു, വേണ്ടെന്ന് പറഞ്ഞു. ചായ വാങ്ങി തന്നു പോന്നപ്പോൾ, ചോറ് തന്നു, എല്ലാം തന്നു. നല്ല അടിപൊളി ട്രിപ്പായിരുന്നു. ഞങ്ങളുടെ ബീഫ് കോർപ്പറേഷൻ അല്ലെങ്കിൽ ബീവറേജ് ഇവിടെയാണ്, ബീവറേജ് ഔട്ട്ലെറ്റ് ഇവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്. മറ്റേർക്കില്ല പണി അറിയാനേ. ഞാൻ കൊണ്ടുവരത്തടാ, ഹാപ്പിയാണ്. വണക്കം മക്കളെ. നമ്മുടെ ഓട്ടോ സ്റ്റാൻഡിലേക്ക് എത്തിയാണ്, ലൈനിലേക്ക് എത്തിയാണ്, ലൈനിലാണ്. ഇനി ലൈനിൽ നിന്ന് നമ്മൾക്ക് അടുത്തത് എവിടേക്ക് കിട്ടും എന്ന് നോക്കാം. ചെങ്ങന്മാര, ഇതാണ് ഞങ്ങളുടെ റേഷൻ കട. ഇപ്പോൾ റേഷൻ വാങ്ങാൻ വേണ്ടി സാധനമൊക്കെ രാവിലെ തന്നെ എടുത്ത് വെച്ചിരുന്നു. റേഷൻ വാങ്ങിയില്ല. അരി വേറെ എന്തൊക്കെ ഉണ്ട് അതൊക്കെ വാങ്ങട്ടെ. മൂപ്പർക്ക് എന്തൊരു ഇടങ്ങേർ കുറിച്ചത് നോട്ടം നമ്മുടെ അടുത്ത്. ഇത് വാങ്ങിയിട്ട് വീട്ടിൽ പോകണം. കുട്ടികൾക്ക് എന്തെങ്കിലും ചായക്കടയൊക്കെ വാങ്ങിയിട്ടാണ് വീട്ടിൽക്കൊന്ന് പോയേക്കാം. ആര്യനൊന്ന് വേണം. അതൊക്കൊരു 2 സമൂസ എന്നാണ്. 2 സമൂസ. ഇവിടെ ഇല്ലാത്തൊന്നും കേട്ടോ. കായ ബജ്ജി, ഇത് കിഴങ്ങ് ബജ്ജി, മുളക് ബജ്ജി, മുട്ട ബജ്ജി, ഇതിൻ്റെ പേരെന്താ? ചിക്കൻ റോള്, സമൂസ, കട്ട്ലേറ്റ്. ഇത് ബ്രെഡ് പോരുക, പപ്സോ. നമ്മളങ്ങനത്തെ പപ്സ് ഉണ്ടാക്കൽ തുടങ്ങി. പിന്നെ പോക്കറ്റ് ഷവർമ, പഴംപൊരി, പൊക്കോട. വാ തരി ടൈമില്ല. സോസൊന്നും വേണ്ടില്ല. ഒരു വൈക്ക് പോകല്ലേ. റേഷൻ കടയിൽ നിന്ന് ഫുഡേട്ടന് ലിഫ്റ്റ് കൊടുക്കുകയായിരുന്നു. എന്താ ഫുഡേട്ടൻ ഒരു ചെറിയൊരു വീഡിയോ എടുക്കണ്ട. ഞാനേ ഫുള്ള് ലോഡാട്ടോ വണ്ടിയിൽ. അപ്പോൾ ഞാനത് നാട്ടിൽ പോരല്ലേ. അപ്പോൾ ഞാൻ കുട്ടേട്ടന് ലിഫ്റ്റ് കൊടുത്തു. വീട്ടിലെത്തിയില്ല, കുറച്ചുകൂടി പോകണം. കുട്ടേട്ടൻ ഇതുവഴിയോടെ പോകും. നമ്മളെ മുജിയാക്കാൻ ചാവച്ചിക്കണം. ചോദിച്ചൂടെ? വേണ്ട, ചോദിച്ചേണ്ട ആവശ്യമൊന്നുമില്ല, പോയി കുടിച്ചാണ്. ചേങ്ങര വീട്ടിലേക്ക് എത്തി. ആര്യനെ കാണാനല്ല. സൂര്യ, ആര്യയുടെ ആര്യ ഇപ്പുറത്തുകൂടെ ഉണ്ടോ? എവിടെ? സമൂസ ഉണ്ട്, സമൂസ വേണ്ടേ? പഴംപൊരിന്നോ? പിന്നെ ഞാൻ അതെ സൂര്യ കൊടുക്കട്ടെ കേട്ടോ.
ഇത് രസം ഉണ്ടാവും, നല്ല സമൂസയാണ്. ഇത് ചിക്കൻ ഉള്ളതാ. സൂര്യ സാധനം കറക്കി വെച്ച വണ്ടിയിൽ നിന്ന് സാധനം കറക്കിയേക്ക്. അവിടെ അല്ല, അവിടെ നിന്ന് ബാക്കിൽ നിന്ന് സാധനം കറക്കിയേക്ക്. കറക്കിയോ കഴിഞ്ഞ് സാധനം അതാക്കണേ. സാധനം ഇല്ലാന്ന് ആരാ പറഞ്ഞാ അതാക്കണേ. ഓർത്തുണ്ട് പോട്ടയുണ്ട്. വണ്ടി കയറല്ല കേട്ടോ. ബാ, ചായ ഉണ്ടോ? ഒരു കട്ടൻ ചായ. ഇതെന്താ ചിരട്ടപ്പൂട്ടുണ്ടാക്കിയതാ? നന്നായിക്കോട്ടെ. ചിക്കൻ ചോറ് എന്നതാണ് ഒരാക്കണ. കറുത്ത ഓക്ക് പൊന്തുണ്ട് കേട്ടോ. വലിയ കുട്ടിയായിക്കണേ. പോണ്. കൊറേ ദിവസമായി പപ്പായ കൊറേ ദിവസമായി എടുത്ത് വെക്കണല്ലേ. ഇതിപ്പോഴും മറ്റങ്ങനെട്ട് ആയിട്ടില്ല കേട്ടോ. കുരുമുളക് ശരിക്കും തൊലിയെത്തി മതിയെന്നു. ഇത് നേരത്തെ കുറച്ച് വെച്ച് ഞങ്ങള് അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടായിക്കണം. മധുരം ഉണ്ടാവോ? മധുരമില്ലേ? കളമുള അല്ലേ? കളമുളാണ്. ഓക്ക് ഇതും വേണ്ട. ഓക്ക് ചോക്ലേറ്റ്. അങ്ങാടിയിലെത്തിയിട്ട് ഒരു 1-2 ട്രിപ്പും കൂടി എടുത്തു കേട്ടോ. അപ്പോൾ സമയമായല്ലോ. അതായത് 2 ലോക്കലും കൂടി എടുത്തു എന്ന് പറയാം. ഇപ്പം ഞാൻ 60 റുപ്യ പോയിട്ട് പോയി വരുവാണ്. ഒരു 7:15 സമയമായി. പക്ഷേങ്കിൽ ഞാൻ നാട്ടിലേക്ക് പോവുകയാണ്. നാട്ടിൽ നമ്മളുടെ ഒരു കുടിവെള്ളത്തിൻ്റെ ടാങ്ക് ഉണ്ടല്ലോ, അത് പൊട്ടിയിട്ടുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള പിരിവുണ്ട്. അപ്പോൾ അത് ഞാനാണ് പിരിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടി കുറച്ച് നേരത്തെ പോയാൽ പറ്റും. അപ്പോൾ ഞാൻ അതിന് വേണ്ടി പോവുകയാണ്. ഇനിയിപ്പോൾ ഓടാൻ വേണ്ടി നിൽക്കുന്നില്ല. ഇനി നമുക്ക് നാളെ ഓടാം. പിന്നെ അത് മാത്രമല്ല, വീഡിയോ എഡിറ്റ് ചെയ്യാനൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ടൊക്കെ നേരത്തെ തുടങ്ങിയാൽ ഇതൊക്കെ നേരത്തെ അവസാനിക്കുള്ളൂ. അല്ലെങ്കിൽ ഉറങ്ങാൻ ഒരുപാട് സമയം എടുക്കുവാണ്. ഓ മക്കളെ, വീട്ടിലാരുമില്ല കേട്ടോ. ഓക്കെ. അപ്പോൾ മിക്കവാറും വല്യമ്മൻ്റെ വീട്ടിൽ, ഏട്ടന്മാരുടെ വീട്ടിലൊക്കെ പോയിട്ടുണ്ടാവും. അപ്പോൾ ഒരു വരുമ്പോഴേക്ക് ടൈം എടുക്കും. എനിക്കാണെങ്കിൽ വെള്ളത്തിൻ്റെ പൈസ പിരിക്കാണ്ട് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ഞാൻ അതിനൊക്കെ ഇറങ്ങാൻ വേണ്ടി പോവുകയാണ്. കുറച്ച് സാധനം ഉണ്ടെന്ന് വാങ്ങാൻ. അപ്പോൾ അതൊക്കെ വാങ്ങി അതിലേക്ക് 2 മുട്ടായും വാങ്ങി കഴിച്ചിരിക്കണം. ഇനിയിപ്പോൾ കാക്കയൊക്കെ കഴിച്ചിട്ട് മോൻ കഴുകിയിട്ട് 5-6 വീടുകൾ, 5-6 10-20 വീടുകളുണ്ട്. ആ വീട്ടിൽ കൂടെ ഒക്കെ പോകണം. ഒറ്റയ്ക്ക് തന്നെ ഉള്ളൂ. അപ്പോൾ അതൊന്ന് പോയി ക്ലിയർ ആക്കട്ടെ. അല്ലെങ്കിൽ ഈ 10-26 വീട്ടുകാരുടെ വെള്ളം കൂടി മുട്ടും. അപ്പോൾ അത് മുട്ടാൻ വേണ്ടി പാടില്ല. അങ്ങനെ മുട്ടിയാൽ എൻ്റെ വെള്ളവും മുട്ടും. എന്നാൽ പിന്നെ ഈ ഒരു വീഡിയോ വെച്ച് ഫൈൻഡ് അപ്പ് ചെയ്യണം. അടുത്തൻ്റെ വീഡിയോ പിന്നെ വരാം. ഈ ചെറിയ വീഡിയോകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു എന്നാണ് ഞാൻ കരുതുന്നത്. എന്തായാലും നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്താം. ഓക്കെ, ബൈ, ഗുഡ് നൈറ്റ്.